ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഗോത്ര സമൂഹങ്ങളുടെ ക്ഷേമം സർക്കാരിന്റെ പ്രധാന മുൻഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൻജാതീയ ഗൌരവ് ദിനത്തോടനുബന്ധിച്ച് 9,700 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ഹരിയാനയിലെ ഫരീദാബാദിൽ നാളെ നടക്കുന്ന നോർത്തേൺ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. വ്യാജ അക്രഡിറ്റേഷൻ അവകാശവാദങ്ങളുടെ പേരിൽ വഞ്ചനയ്ക്കും വ്യാജരേഖ ചമച്ചതിനും അൽഫലാഖ് സർവകലാശാലയ്ക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം 90% പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കും. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയപ്രതീക്ഷ. രഞ്ജി ട്രോഫിയിൽ കേരളം ഇന്ന് മധ്യപ്രദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഗോത്ര സമൂഹങ്ങൾ നേരിടുന്ന അനീതികൾ അവസാനിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗോത്ര നേതാവുമായ ബിർസ മുണ്ടയുടെ 150ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് നർമ്മദ ജില്ലയിൽ സംഘടിപ്പിച്ച ജൻജാതീയ ഗൌരവ് ദിവസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് സംഭാവന നൽകുന്നതിലും ഗോത്ര സമൂഹങ്ങൾ നിർണായക പങ്ക് വഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. जनजातीय गौरव हजारों वर्षों से हमारे भारत की चेतना का अभिन्न हिस्सा रहा है. जब जब देश के सम्मान, स्वाभिमान और स्वराज की बात आई तो हमारा आदिवासी समाज सबसे आगे खड़ा हुआ. हमारा स्वतंत्रता संग्राम इसका सबसे बड़ा उदाहरण है. आदिवासी समाज से निकले कितने ही नायक नायिकाओं ने ആസാദി की മശാൽ को आगे बढ़ाया. വികസനത്തിന്റെ നേട്ടങ്ങൾ ഗോത്ര സമൂഹങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും ഇവരുടെ ക്ഷേമം സർക്കാരിന്റെ പ്രധാന മുൻഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജൻജാതീയ ഗൌരവ് ദിനത്തിൽ 9,700 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഹരിയാനയിലെ ഫരീദാബാദിൽ നാളെ നടക്കുന്ന നോർത്തേൺ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാർ, ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. 32ാമത് NCEZ യോഗത്തിൽ സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏകോപനം, ജലം പങ്കിടൽ, വികസന പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ചയാകും. സംസ്ഥാന കേന്ദ്ര ഏജൻസികളുടെ ഏകോപനത്തിൽ ഫരീദാബാദിൽ നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. വൈറ്റ് കോളർ ഭീകര മോഡ്യൂൾ തകർത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് യോഗം ചേരുന്നത്. വ്യാജ അക്രഡിറ്റേഷൻ അവകാശവാദങ്ങളുടെ പേരിൽ വഞ്ചനയ്ക്കും വ്യാജരേഖ ചമച്ചതിനും അൽഫലാഖ് സർവകലാശാലയ്ക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനും നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിലും നടത്തിയ അവലോകനങ്ങളിൽ സർവകലാശാലയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തത്. ഡൽഹിയിലെ ലാൽഖില മെട്രോ സ്റ്റേഷന്റെ 2-3 ഗേറ്റുകൾ യാത്രക്കാർക്കായി തുറന്നുകൊടുത്തതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ചുവപ്പുകോട്ടയ്ക്ക് സമീപം തിങ്കളാഴ്ചയുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ലാൽഖില മെട്രോ സ്റ്റേഷൻ അടച്ചിരുന്നു. ഇന്ത്യൻ പാരമ്പര്യങ്ങളെ ആഘോഷിക്കുന്ന വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെയായിരിക്കും 56ാമത് ഗോവ ചലച്ചിത്രമേള ആരംഭിക്കുകയെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. വേവ്സ് ഫിലിം ബസാർ, യുവ വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രത്യേക വേദികൾ എന്നിവയും മേളയുടെ ഭാഗമായി ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. This year, we are planning some differently and to involve the local people. For that is organized almost 34 parades from various states and various departments from Goa government itself. 12 tableaus are planned. So everything, it reflects some regional traditions, culture, our Indian ethos, our Indian system, our Indian culture to exhibit in these tableaus. നവംബർ 20 മുതൽ 28 വരെ പനാജിയിലാണ് ചലച്ചിത്രോത്സവം നടക്കുന്നത്. മേളയുടെ എല്ലാ വേദികളിലേക്കും സൌജന്യ ഗതാഗത സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്.
ഇന്ത്യയുടേതടക്കം ആഗോള വിപണിയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതകൾ നിറവേറ്റാൻ കപ്പൽ നിർമ്മാണത്തിനായുള്ള ഇന്ത്യ കൊറിയ സഹകരണ മാതൃകയ്ക്ക് കഴിയുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. കപ്പൽ നിർമ്മാണ മേഖലയിൽ കൊറിയയ്ക്ക് സാങ്കേതിക വൈദഗ്ധ്യവും പരിചയവുമുണ്ട്. വൈദഗ്ധ്യമുള്ള മാനവ വിഭവശേഷിയും അനുകൂലമായ നയങ്ങളും വാഗ്ദാനം ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും അത് വിജയകരമായ പങ്കാളിത്തത്തിലേക്ക് നയിക്കുമെന്നും ശ്രീ പുരി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് മന്ത്രി ദക്ഷിണ കൊറിയയിലെത്തിയത്. ഭക്ഷ്യ ഇറക്കുമതിയുടെ തീരുവ കുറച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിലക്കയറ്റം നേരിടാനാണ് നടപടിയെന്നാണ് സൂചന. ഇന്ത്യയുടെ മാമ്പഴം, മാതളനാരങ്ങ, തേയില കയറ്റുമതിക്ക് ഇത് നേട്ടമാകും. തീരുവ കുറച്ച മറ്റിനങ്ങളിൽ കാപ്പിയും ചായയും കൊക്കോ, ഓറഞ്ച്, തക്കാളി, ബീഫ് എന്നിവയും ഉൾപ്പെടുന്നു. ജനറിക് മരുന്നുകളുടെ തീരുവ മുൻപ് ഒഴിവാക്കിയിരുന്നു. US-ൽ ജനറിക് മരുന്നുകളുടെ 47% വിതരണം ചെയ്യുന്ന ഇന്ത്യയ്ക്ക് ഈ തീരുമാനവും ഗുണം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനൌപചാരിക ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി മേധാവിയുമായ ചിരാഗ് പാസ്വാൻ ജനതാദൾ യുണൈറ്റഡ് അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ രൂപീകരണം സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ അന്തിമ തീരുമാനമാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ദിലീപ് ജയ്സ്വാൾ അറിയിച്ചു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം 90.42% പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു കേൽക്കർ. വൈകിട്ടോടെ 2,51,82,253 പേർക്ക് ഫോം നൽകാനായി. എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവർക്കായി പ്രത്യേക യജ്ഞം നടത്തും. SIR സംബന്ധിച്ച് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. പത്രികാ സമർപ്പണത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ സംസ്ഥാനത്ത് 42 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഈ മാസം 21 വരെയാണ് പത്രികാ സമർപ്പണം. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. 13-ന് വോട്ടെണ്ണൽ നടക്കും. നാളെ വൃശ്ചികം 1. ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്തിനായി ഇന്ന് വൈകിട്ട് നട തുറക്കും. പ്രത്യേക ദിനങ്ങളൊഴികെ നാളെ മുതൽ 90,000 പേർക്ക് ദർശനം ലഭ്യമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. സന്നിധാനം ശരണമുഖരിതമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്ന് വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. തുടർന്ന് ആഴിയിൽ അഗ്നി പകരുന്നതോടെ 18ാം പടി കയറാൻ തീർത്ഥാടകർക്ക് അനുമതി ലഭിക്കും. ആദ്യം നിയുക്ത മേൽശാന്തിമാരെ 18ാം പടി കയറ്റി വൈകിട്ട് 6ഓടെ മേൽശാന്തിമാരെ അഭിഷേകവും തുടർന്ന് മൂലമന്ത്രവും ചൊല്ലിക്കൊടുക്കും. വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് സന്നിധാനത്തും മാളികപ്പുറത്തും പൂജകൾ നടത്തുക. നാളെ മുതൽ രാവിലെ 3-ന് നട തുറന്ന് ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ രാത്രി 11 വരെയും ദർശനം ലഭിക്കും. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും തത്സമയ ബുക്കിംഗ് വഴി 20,000 പേർക്കും ദർശനം സാധ്യമാകും. 6 സീസണുകളിലായി 3,000 പോലീസ് ഉദ്യോഗസ്ഥരും 100 നിരീക്ഷണ ക്യാമറകളും സുരക്ഷയൊരുക്കും. പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം. സന്ധ്യയ്ക്ക് 5-നും 7-നും ഇടയ്ക്ക് വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള തേരുമുട്ടിയിലാണ് 6 രഥങ്ങൾ മുഖാമുഖമെത്തുക. 2ാം തേരുനാളായ ഇന്നലെ പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതിയുടെ രഥാരോഹണം നടന്നു. മന്തക്കരയിലെ രഥവും 1ാം തേരുനാളിൽ വീഥിയിലെത്തിയിരുന്ന വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങളും ഉൾപ്പെടെ 4 രഥങ്ങൾ ഇന്നലെ പ്രയാണം നടത്തി. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ജയപ്രതീക്ഷ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ 30 റണ്ണിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടി. 2ാം ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 2ാം ദിനം മത്സരം അവസാനിപ്പിക്കുമ്പോൾ 7 വിക്കറ്റിന് 93 റൺസ് എന്ന നിലയിലാണ്. രഞ്ജി ട്രോഫിയിൽ കേരളം ഇന്ന് മധ്യപ്രദേശിനെ നേരിടും. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിലാണ് മത്സരം. കഴിഞ്ഞ കളിയിൽ സൌരാഷ്ട്രയ്ക്കെതിരെ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിന്റെ ആത്മവിശ്വാസവുമായാണ് കേരളം കളിക്കാനിറങ്ങുക. ഇന്ന് ദേശീയ പത്രദിനം. പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെയും പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോത്രസമൂഹങ്ങളുടെ ക്ഷേമം സർക്കാരിന്റെ പ്രധാന മുൻഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൻജാതീയ ഗൌരവ് ദിനത്തോടനുബന്ധിച്ച്
9,700 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ഹരിയാനയിലെ ഫരീദാബാദിൽ നാളെ നടക്കുന്ന നോർത്തേൺ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. വ്യാജ അക്രഡിറ്റേഷൻ അവകാശവാദങ്ങളുടെ പേരിൽ വഞ്ചനയ്ക്കും വ്യാജരേഖ ചമച്ചതിനും അൽഫലാഹ് സർവകലാശാലയ്ക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം 90% പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കും. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയപ്രതീക്ഷ. രഞ്ജി ട്രോഫിയിൽ കേരളം ഇന്ന് മധ്യപ്രദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.